എന്തൊക്കെ സിനിമ വന്നാലും മലയാളത്തിൽ ഏറ്റവും വലിയ ആകാംക്ഷയോടെയും ഹൈപ്പോടെയും കാത്തിരിക്കുന്നത് എമ്പുരാനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് പല മീഡിയകളും പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുകയും ചെയ്യും. പല ആരാധകരും ഏതെങ്കിലും ഒരു താരത്തെ കണ്ടാൽ ആദ്യം ചോദിക്കുന്നത് എമ്പുരാനെ കുറിച്ച് തന്നെയാണ്. ഇപ്പോഴിതാ എമ്പുരാനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ചിത്രത്തിന്റെ അണിയറക്കാർ തന്നെ എത്തുകയാണ്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രത്തിന് വലിയ ഹൈപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി സംവിധാനം ചെയ്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായാണ് ഇത് എത്തുന്നത്. മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനായും ഖുറേഷി എബ്രഹാം എന്ന അധോലോക നായകനായും എത്തിയ ചിത്രം 2019 ഏറ്റവും വലിയ വിജയമായി മാറിയിരുന്നു. ലൂസിഫറിൽ ടൊവിനോ തോമസും ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. ജതിൻ രാംദാസ് എന്ന കഥാപാത്രമായാണ് ടൊവിനോ അഭിനയിച്ചത്. രണ്ടാം ഭാഗമായ എമ്പുരാനിലും ജതിൻ രാംദാസായി നടൻ അഭിനയിക്കുന്നുണ്ട്. തന്റെ കഥാപാത്രത്തെക്കുറിച്ചും എമ്പുരാനെക്കുറിച്ചും പറയുകയാണ് ടൊവിനോ ഇപ്പോൾ. ലൂസിഫറിൽ എവിടെയാണോ അവസാനിച്ചത് അവിടെയാണ് എമ്പുരാൻ തുടങ്ങുന്നതെന്നും ആ സിനിമ കാണാൻ താൻ കാത്തിരിക്കുകയാണെന്നും നടൻ പറയുന്നുണ്ട്. എമ്പുരാനിൽ എനിക്ക് ലൂസിഫറിലെ അതേ കഥാപാത്രം തന്നെയാണ് ചെയ്യാനുള്ളത്. ജതിൻ രാംദാസ് മുഖ്യമന്ത്രിയാണ്. ലൂസിഫറിൽ എവിടെയാണോ അവസാനിച്ചത് അവിടെയാണ് എമ്പുരാൻ തുടങ്ങുന്നത്. ആ സിനിമ കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഞാൻ എന്റെ കഥാപാത്രത്തെ മാത്രമായി പറയുകയല്ല, ആ സിനിമ പൂർണ്ണമായും എങ്ങനെയുണ്ടെന്ന് എനിക്ക് കാണണമെന്നുണ്ട്. ആദ്യ ഭാഗം റഷ്യയിലാണ് അവസാനിച്ചിരിക്കുന്നത്. രണ്ടാം ഭാഗം ഏത് രാജ്യങ്ങളിലൊക്കെയാണ് ഷൂട്ട് ചെയ്തതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ എമ്പുരാനിലെ ചില സീക്വൻസുകൾ കണ്ടു. അടിപൊളിയാണ് അതൊക്കെ. ചില സീക്വൻസുകൾ കണ്ടിട്ട് ഞാൻ ഏറെ എക്സൈറ്റഡ് ആണ്. പറ്റിയാൽ മുമ്പത്തെ പോലെ തന്നെ ലാലേട്ടനും രാജുവേട്ടനും ഒപ്പം ഒരേ തിയേറ്ററിൽ ആ സമയം കാണണം. അതിന് സാധിച്ചാൽ വേറെ തരം എക്സ്പീരിയൻസ് ആകും അത്. എന്റെ ജീവിതത്തിൽ ഞാൻ സിനിമ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ലൂസിഫറിന്റെ ഫാൻ ഷോയ്ക്ക് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോയത്. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ പൃഥ്വിയുടെ കോൺഫിഡൻസ് അപാരമാണ്. ലൂസിഫറിൽ നമ്മൾ കണ്ടത് വെറും ടെസ്റ്റ് ഡോസ് ആയിരുന്നു. അതിനേക്കാൾ ഗംഭീര പരിപാടി എമ്പുരാനിൽ ഉണ്ട്. ഓരോ സീനും എങ്ങനെ വേണമെന്നുള്ളതിന് നല്ല ക്ലാരിറ്റിയും കോൺഫിഡൻസും പൃഥ്വിക്കുണ്ട്. ഞാൻ ഐഡന്റിറ്റിയുടെ സെറ്റിലെത്തിയപ്പോൾ അനസിനോട് അഖിലിനോടും പറയുന്നത് പൃഥ്വിയുടെ ക്ലാരിറ്റിയും കോൺഫിഡൻസും വേണമെന്നാണ്. കാരണം ഷോട്ട് എടുത്ത് ഓക്കെ ആണെങ്കിൽ കട്ട് ഷോട്ട് ഓക്കെ ബ്രേക്ക് എന്ന് പൃഥ്വി പറയുന്നത് കേൾക്കാൻ നല്ല രസമാണ്. ആ സീൻ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. 100-ലധികം സിനിമകൾ ചെയ്ത എക്സ്പീരിയൻസ് പൃഥ്വിക്കുണ്ട്. അതിൽ സീനിയർ ആയിട്ടുള്ളവരും പുതിയ സംവിധായകരുമുണ്ട്. അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്ത അവരിൽ നിന്നും പഠിച്ചതും പിന്നെ സിനിമയെക്കുറിച്ച് മുന്നേ അറിയാവുന്ന കാര്യങ്ങളും എല്ലാം പൃഥ്വിയെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ അന്യഭാഷയിൽ പോയി അഭിനയിച്ച് അവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് കൃത്യമായി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എമ്പുരാനെ നന്നായി സഹായിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ എമ്പുരാൻ പോലൊരു സിനിമ പുൾ ഓഫ് ചെയ്യാൻ സാധിക്കൂ. പൃഥ്വി എമ്പുരാനിൽ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടാൽ എന്തായാലും അത്ഭുതപ്പെടും. ടൊവിനോ പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെയാണ്. എമ്പുരാൻ എന്ന സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂടും അഭിനയിക്കുന്നുണ്ട്. സംവിധായകൻ പൃഥ്വിരാജിനെ കുറിച്ച് സംസാരിക്കുന്ന സുരാജിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ വൈറൽ. ചിത്രത്തിലെ തന്റെ ഭാഗത്തിന്റെ ഡബ്ബിംഗ് കഴിഞ്ഞെന്നും കണ്ടതത്രയും ഗംഭീരമാണെന്നും സുരാജ് പറയുന്നുണ്ട്. ഒരു അഭിമുഖത്തിലായിരുന്നു സുരാജ് വെഞ്ഞാറമൂടിന്റെ വാക്കുകൾ ഇങ്ങനെ എത്തിയത്. എമ്പുരാനിൽ എന്റെ ഭാഗത്തിന്റെ ഡബ്ബിംഗ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ജംഗിൾ പൊളിയാണ് ചെക്കൻ അതിൽ ചെയ്തിരിക്കുന്നത്. സസ്പെൻസ് ഒന്നും ഞാൻ നശിപ്പിക്കുന്നില്ല. പക്ഷേ കണ്ടിട്ട് പൃഥ്വി അതിൽ ജംഗിൾ പൊളിയാണ്. പുതിയ വാക്കാണ്. ചിരിച്ചുകൊണ്ടാണ് സുരാജ് വെഞ്ഞാറമൂട് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ജംഗിൾ പൊളി സോഷ്യൽ മീഡിയയിൽ വൈറലാകും എന്നതിൽ സംശയമൊന്നുമില്ല. ഇത് തന്നെയാണ് പ്രേക്ഷകരും പറഞ്ഞത്. എന്റെ പോർഷനും പിന്നെ അവിടെയും ഇവിടെയും ഒക്കെ ഞാൻ കണ്ടു. അതൊന്നും ഒരു രക്ഷയുമില്ല. എന്റെ ക്യാരക്ടറിന്റെ കാര്യമോ ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതെല്ലാം സർപ്രൈസ് ആണ്. മാർച്ച് 27-ന് അദ്ദേഹം പുലിമടയിൽ നിന്നും വരും. പൃഥ്വി എന്ന് പറയുന്ന സംവിധായകൻ ഒരു മനുഷ്യൻ ഒന്നുമല്ല, ഒരു റോബോട്ടാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പെർഫെക്റ്റ് ആയി ചെയ്യുന്നത്. അതൊക്കെ ഒരു റോബോട്ടിക് സെറ്റിംഗ്സ് ആണ്. എല്ലാത്തിനെയും കുറിച്ച് ഒരു ധാരണയുണ്ട്. എല്ലാ സംവിധായകർക്കും അതുണ്ട്. പക്ഷേ ഇത് നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. ഓരോ സംവിധായകരുടെയും രീതികളാണല്ലോ വരുന്നത്. ഈ ലൊക്കേഷനൊക്കെ കാണുന്നു, പിന്നെ ബാക്കിയെല്ലാം ചെയ്യുന്നു. എന്നാൽ പൃഥ്വി വന്ന ഉടനെ ടക് ടക് എന്ന് പറയുന്ന പോലെ ഷോട്ട് എടുക്കും. എഡിറ്റ് ചെയ്താണ് ഓരോ സീനും എടുത്തു പോകുന്നത്. അനാവശ്യമായ ഒരു ഷോട്ടും എടുക്കുകയോ ഒന്നും ചെയ്യില്ല. അത്രയും ധാരണയുള്ളവർക്കേ അതിനെല്ലാം കഴിയുകയുള്ളൂ. സുരാജ് വെഞ്ഞാറമൂട് പറയുന്നത് ഇങ്ങനെ.